അച്ചൂട്ടൻ സ്കൂൾ വിട്ട് വരുന്ന വരവാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്കൂൾ വിട്ടിട്ട് നേരെ പോയത് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനാണ് അവനെ കൊണ്ടുപോയത്. അച്ചൂട്ടിൻ്റെ പിറന്നാൾ മാസമായിട്ട് വരുന്നത്, കർക്കിടക മാസം. അപ്പോൾ അതിന് മുന്നേ മുടി വെട്ടാന്ന് വിചാരിച്ചു കേട്ടോ. മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. ഇനി 2 ദിവസം കൂടി ഉള്ളൂ, അപ്പോഴേക്കും വേഗം മുടി വെട്ടാന്ന് വിചാരിച്ചു കേട്ടോ. മുടി വെട്ടാൻ പോയപ്പോൾ 100 രൂപയേ ഉള്ളൂ. പക്ഷേ കടയിൽ അതിനേക്കാൾ കൂടുതലായി കേട്ടോ. അച്ഛൻ വന്നിട്ട് പരാതി പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവരെ കൊണ്ട് എവിടേക്കും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കടയിലേക്ക് നേരെ കെട്ടിയത് ഈ ഒരു തോക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 തോക്ക് വരുന്നുണ്ട്, പിന്നെ അതിനനുസരിച്ച് ബോളുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളിപ്പാട്ടാണ് കേട്ടോ അവർ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേഗം കിച്ചൂട്ടിനൊക്കെ എടുക്കുകയാണ്. ഹായ് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ അച്ഛൻ്റെ മുടി വെട്ടത് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അവന് വേറെ സ്റ്റൈലാണ് മുടി വെട്ടാറ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ പേരെനിക്ക് പറയാൻ അറിയില്ല. ചില സമയങ്ങളിൽ ഞാനും ഇടയ്ക്ക് ചെറിയ കുട്ടിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കളിപ്പാട്ടെടുത്തിട്ട് ഞാനാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ പതിവ് തെറ്റിക്കാറില്ല കേട്ടോ. കടയിൽ പോയി വരുമ്പോഴത്തേ ഞങ്ങൾക്ക് ചായക്കുള്ള പലഹാരം വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, നോക്കണം. ഞാനിവിടെ എൻ്റെ വൈകുന്നേരത്തെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ചോറാണ് അടുപ്പത്ത് തളച്ചിട്ടുണ്ട് കേട്ടോ. റേഷനരിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ചോറ് ഒരു ഭാഗത്താവുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ അത് അവിടെ റെഡിയാവും. അച്ഛൻ കാര്യമായിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ കേട്ടോ. വേറൊന്നല്ല കേട്ടോ. വൈകുന്നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പോയിട്ട് അവൻ്റെ ഈ ഡ്രസ്സ് ഇട്ട് കിട്ടും. അപ്പോൾ അതാണ് എന്നോട് പറയുന്നത്. ഞാനിങ്ങനെ എന്നും വൈകുന്നേരം കുളി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡ്രസ്സൊന്നും ഇടുന്നായിട്ട് പറയുന്നത്. ഇന്ന് അച്ഛൻ ചായക്ക് വാങ്ങിച്ചു വന്നിട്ടുള്ളത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഇപ്പോൾ എപ്പോഴും വീട്ടിലാണ് നമ്മൾ ചായക്കുള്ള കടി ഉണ്ടാക്കാറ്. അപ്പോൾ അച്ഛൻ ഉഴുന്നുവട വാങ്ങിച്ചു കൊണ്ടു. പിന്നെ ദേ ചായ അവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ചായ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്നും അച്ഛൻ സ്കൂളിൽ ഇട്ട് വന്നാൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാഗൊക്കെ ഒന്ന് തുറന്ന് നോക്കൂ കേട്ടോ. ബുക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കും. ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അവനോട് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് പഠിപ്പിച്ച്, ടീച്ചർ ഡിക്റ്റേഷൻ എടുത്തോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ ബുക്കാണ് ഈ നോക്കുന്നത്, എന്തൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് അച്ഛന് മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആട്, കാട്, വീട്, കുറേ വാക്കുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് ആട് ചാടി വന്നു, കുറേ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവനിൽ ഇരുന്നിട്ട് പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 മുതൽ ഞങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. കുറച്ച് നേരമ്പോഴേക്കും എന്തേ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ രീതിയിലുള്ള മഴയൊന്നുമില്ല, ചെറുതായിട്ട് ചാറി പോകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം മിറ്റൊക്കെ അത്യാവശ്യമായിട്ട് നനഞ്ഞിട്ടുണ്ട് ഈ ചാറിൽ. പിന്നെ സംക്രാന്തി ആയിട്ട് ഞാൻ എൻ്റെ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. ശരിക്കും വളപ്പ് ഏതാ മിറ്റം ഏതാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ ചെത്തി കുറേയൊക്കെ പറിച്ചു. ഇനി ഇതേ ഈ ഒരു സൈഡ് കൂടി ആ കാണുന്ന കണ്ട ആ ഗേറ്റിൻ്റെ അടുത്തുള്ള കുറച്ച് ഭാഗം കൂടി എനിക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്. അത് കൂടി കഴിഞ്ഞാൽ എൻ്റെ സംക്രാന്തി പണി കഴിഞ്ഞു. ഒരാളിവിടെ ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. അതേ ഓടി വന്നിട്ട് അമ്മ എന്ന് വിളിച്ചിട്ട് വന്ന് കെട്ടിപ്പിടിച്ചതാണ് കേട്ടോ. പിന്നെ വിടുന്നില്ല ഇത്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് എന്നെ വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. അമ്മ വാ പറഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. ചില സമയങ്ങളിൽ അവന് ഭയങ്കര വാശിയാണ് കേട്ടോ. അമ്മ വാ പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതേ എന്നെ പിടിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇരുന്ന് TV കാണാറുണ്ട്. അച്ഛനും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കാർട്ടൂൺ കാണുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ കുറച്ച് നേരം അവരിരുന്നിട്ട് കാർട്ടൂണൊക്കെ കണ്ട് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നാമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ അവരെ പഠിക്കാതിരിക്കുക. അപ്പോൾ ഇത് എൻ്റെ ഫോട്ടോ കേട്ടോ. പഴയ ഫോട്ടോ ആണ് ഞങ്ങളിത് കല്യാണം കഴിഞ്ഞ സമയത്ത് കോയമ്പത്തൂർക്ക് പോയപ്പോൾ അവിടെ ഒരു ബാഹുബലിയുടെ ഒരു ഇതുണ്ടായിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ അവിടെ പോയിട്ട് എടുത്ത ഫോട്ടോ കേട്ടോ എൻ്റെ ഏട്ടൻ്റെയും. അപ്പോൾ അത് മക്കളെടുത്ത് കളിക്കുകയായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വീട്ടിൽ സന്ധ്യാദീപം തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി ഇനി നമ്മുടെ മക്കളെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് ഇരുത്തണം. അപ്പോൾ അമ്മ വരണം കേട്ടോ. അമ്മ വന്ന് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് മക്കളെ നാമം ചൊല്ലാൻ ഇരുത്തുന്നത്. എൻ്റെ വൈകുന്നേരത്തെ മേല് കഴുകലൊന്നും കേട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് പണി തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ മക്കൾ ഇവിടെ നാമം ചൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും അച്ചൂട്ടൻ മാത്രമേ നാമം ചൊല്ലാൻ ഇരിക്കാറുള്ളൂ. അവന് ഇഷ്ടമായിട്ട് നാമം ചൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ കിച്ചൂട്ടൻ ഇരിക്കാറില്ല. കിച്ചൂട്ടിനെ വിളിച്ചാൽ അവൻ എന്തെങ്കിലും പാപ്പ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ പറയും ഉണ്ണി പാപ്പ കഴിക്കട്ടെ എന്ന് പറയും കേട്ടോ. പോവാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ കിച്ചൂട്ടിന് പോയിട്ടിരിക്കുന്നുണ്ട്. ആടിയിട്ടാട്ടോ നാമം ചൊല്ലുന്നത്. അപ്പോൾ എന്തായാലും അവർ നാമം ചൊല്ലട്ടെ. ഇനി സ്റ്റഡി ടൈമാണ് കേട്ടോ. ഒരു 6:30 തുടങ്ങിയിട്ട് 8:30 വരെയാണ് നമ്മുടെ സ്റ്റഡി ടൈം വരുന്നത്. 1ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. എന്നാലും കുറച്ചൊക്കെ അവന് പഠിക്കാനുണ്ടാവും കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അച്ചൂട്ടിന് ഞാൻ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. കിച്ചൂട്ടിന് അവിടെ നിന്നിട്ട് മിഠായി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.